ഉള്ളവരെ ഞങ്ങളിപ്പോൾ എം ജെ വില്ലേജിൽ നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് എന്ന് പറഞ്ഞൊരു പള്ളിയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ ഓശാനയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ ധ്യാനം നടന്നു. ധ്യാനത്തിൻ്റെ ഒരു വൺ ഡേ പ്രോഗ്രാമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും കുമ്പസാരിക്കാനായിട്ട് ഒരുക്കിയിട്ട് കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു പ്രത്യേക ഗോത്രവർഗ്ഗക്കാരാണ് ഗലോം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ഹിന്ദി മനസ്സിലാവും, പക്ഷേ ഇവരുടെ പ്രാർത്ഥനയും ഭാഷയൊക്കെ വേറെയാണ്. ഹിന്ദിയാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ, ഇംഗ്ലീഷ് മനസ്സിലാവില്ല, മറ്റു ഭാഷയൊന്നും. ഈ എംജ വില്ലേജിൽ എല്ലാവരും തന്നെ കൃഷിപ്പണിക്കാരാണ്. കൃഷിപ്പണിക്കാർ ആയതുകൊണ്ട് അവരെല്ലാം കൃഷിപ്പണിക്ക് ആയിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പള്ളിയിൽ ഒരുവിധം ആളുകളുണ്ട്, പള്ളിയിൽ ഒരുവിധം ആളുകൾ വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് അവരിപ്പോൾ കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരേക്കറോളം സ്ഥലം ഇവർക്ക് പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ളവർ. ആ പള്ളി പണിയാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളി ഇപ്പോൾ എത്ര നാളുകൊണ്ട് പണിയും എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പള്ളി കണ്ടില്ലേ, ചെറിയ ഒരു ഷെഡാണിത്. അപ്പോൾ ആ ചെറിയ ഷെഡ് പോലത്തെ പുല്ല് മേഞ്ഞ ആ പോലത്തെ ഇതിപ്പോൾ പഴയ ഷീറ്റ് മേഞ്ഞേക്കണതാണ്. നമ്മുടെ അവിടെ കിട്ടുന്ന 400 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഷീറ്റ് മേഞ്ഞേക്കണ ഒരു ഷെഡാണിത് ശരിക്കും. അപ്പോൾ ഇവിടെയൊക്കെയാണ് നല്ല പള്ളി ആവശ്യമുള്ളത്. കാരണം ഇവിടെ ആളുകളുണ്ട്, പക്ഷേ ഇവർക്ക് പള്ളിയില്ല. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം, അതുപോലെ കറണ്ട് ഉണ്ട്, പക്ഷേ അതിന് ബാക്കി സാധനങ്ങളില്ല, മൈക്ക് സെറ്റില്ല, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കൃഷിപ്പണിക്കാരായതുകൊണ്ട് നെല്ല്, അതുപോലെ ചെറുതായിട്ടുള്ള ഉരുളൻകിഴങ്ങ്, ചെറിയ കുറച്ച് വാഴ, അല്ലെങ്കിൽ കുറച്ച് മറ്റു പച്ചക്കറി ഐറ്റംസുകൾ, നമ്മുടെ കോളിഫ്ലവർ, കാബേജ്, കുക്കുമ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തേയിലയൊക്കെ ഉണ്ട്. വീട്ടുകാർ സ്വന്തം തേയില കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇവിടെ ഒപ്പം നമ്മളും ജപമാല ചൊല്ലുകയാണ്. നമ്മൾ ജപമാല ചൊല്ലി നമ്മുടെ രീതിയിലുള്ള ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു കുമ്പസാരത്തിന് ഒരുങ്ങി നല്ലപോലെ കുമ്പസാരിക്കാനായിട്ട് ഈസ്റ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗുഡ് ഫ്രൈഡേ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവർ ഇപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് നമ്മളും അവരുടെ ഒപ്പം പ്രാർത്ഥിക്കുകയാണ് ജപമാല ചൊല്ലി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ ഓശാനയുടെ ആശംസകൾ നേരുകയാണ്. അതുപോലെ നമ്മുടെ എൽറോയ് പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ അംഗങ്ങൾക്കും ഓശാനയുടെ ആശംസകൾ. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. ആ സ്വാഗതമാണ് ഓശാന. ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെ കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും ഓശാന പാടിയാണ് എതിരേറ്റത്. അതുപോലെ നമുക്കും കർത്താവിനെ ഓശാന പാടി ഹൃദയത്തിലേക്ക് എതിരേൽക്കാം. അതിനായിട്ട് എല്ലാവരും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓശാന.